നവാസ്ക എന്ന് പറഞ്ഞ സകലകല വല്ലഭനാണ് എല്ലാം എല്ലാം അപ്പൊ നവാസ്കയ്ക്ക് പുള്ളി ഇങ്ങനത്തെ ലീഡ് റോള് ചെയ്തിട്ടുമില്ല, ഇങ്ങനെ ക്യാരക്ടർ റോളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആളായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു എന്താ പറയാ അവസരം കൊടുക്കുമ്പോ പുള്ളി ആ കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു പുള്ളി ഇത് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, നവാസ്ക ശരിക്കും ഒരു സകലകല വല്ലഭനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പുള്ളിയുടെ എന്തോ ഭാഗ്യക്കേടാണോ എന്തോ, കാരണം പുള്ളിനെ തേടി നല്ല ക്യാരക്ടർ, കാരണം മാട്ടുപ്പെട്ടി മച്ചാൻ അങ്ങനെ പണ്ട് അങ്ങനെ ഒരു സിനിമകളൊക്കെ കത്തി തിളങ്ങി വന്ന സമയത്ത് പിന്നെ ഭയങ്കര ബ്രേക്കായിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നവാസ്കയുടെ അത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കാരണം നവാസ്ക ഒരു അഭിമാനിയായിരുന്നു. ഒരാളുടെ ഒരു അവസരം ചോദിക്കില്ല. കാരണം ഞാൻ ഇപ്പോൾ ഈ 7 സിനിമയിൽ കൂടെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പുള്ളിയായിട്ട് ഒരുപാട് നമ്മൾ സഹോദര ബന്ധം പോലെയായി. കാരണം ജ്യേഷ്ഠ സഹോദരൻ, കാരണം പുള്ളി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വിളിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങൾ അങ്ങോട്ട് ഫാമിലിയായിട്ട് പോയും വരെയൊക്കെ ചെയ്യണമായിരുന്നു. അത്രയായിട്ട് അടുത്ത ഇടവക നമ്മൾ കുടുംബത്തിലെ ഒരാൾ എന്ന പോലെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നവാസ്കയുടെ സ്വഭാവം മനസ്സിലായത്, പുള്ളിയുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പുള്ളിയുടെ യാതൊരു കാര്യങ്ങളും സ്വന്തം ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അനിയനോ ആയിട്ട് പോലും ഷെയർ ചെയ്യില്ല. പുള്ളി അതെല്ലാം പുള്ളി സ്വന്തം മാനേജ് ചെയ്യണ ഒരു പവർ ഉണ്ടായിരുന്നു നവാസ്കക്ക്.